പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ JCNDSDയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന ബഹുമാന്യ എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഈ രാത്രിയിൽ നിങ്ങളോട് അറിയിക്കുകയാണ്. നിത്യജീവ മൊഴികൾ എന്നുള്ള പ്രസംഗ പരമ്പരയിൽ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സാപ്പ് ഗ്രൂപ്പിലും തുടർന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലുമായി ഞങ്ങളെ ദീർഘനാളുകളായി ശ്രവിക്കുകയും ഞങ്ങളുടെ ഈ സുവിശേഷ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുകയും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ മഹത്തായ സുവിശേഷ ഘോഷണത്തിൽ ഞങ്ങളോടൊപ്പം അണിനിരന്ന് പങ്കാളികളായിത്തീരുന്ന ഞങ്ങളുടെ ബഹുമാന്യ ശ്രോതാക്കളെ ഏവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇങ്ങനെ ഒരു അവസരം കൂടി ഈ രാത്രിയിൽ അല്പസമയം ഉള്ള ദൈവവചന ചിന്തയുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം എളിയദാസന് നൽകിയ ഭാഗ്യ പദവിക്കായി ഞാൻ ദൈവത്തെ കോടി കോടി സ്തോത്രം കരട്ടുന്നു. ഒപ്പം ഈ ഒരവസരം ഈ നിത്യജീവ മൊഴികളുടെ പ്രസംഗ പരമ്പരയിൽ ഈ വെള്ളിയാഴ്ച രാത്രി നിങ്ങളോടൊപ്പം സമയം ചെലവിടുവാൻ സമയം ഒരുക്കി തന്ന, സമയം വേർതിരിച്ചു തന്ന വിലയേറിയ കർത്താവിൻ്റെ ദാസന്മാരായ അഡ്മിന്മാരെ എല്ലാവരെയും നന്ദിയോടെ അനുസ്മരിക്കുകയും അവർക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ രാത്രിയിൽ ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. ഒരു ചെറിയ സന്ദേശം നൽകുവാനായി ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ സംബന്ധിച്ച് ദ പർപ്പസ് ഓഫ് സാൽവേഷൻ അല്ലെങ്കിൽ രക്ഷയുടെ ഉദ്ദേശം അല്ലെങ്കിൽ രക്ഷയുടെ പ്ലാൻ എന്നുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ഈ രാത്രിയിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എല്ലാവരും വളരെ തിരക്കേറിയ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടും ആരും തന്നെ വളരെ ശ്രദ്ധ വെച്ച് 1 മണിക്കൂർ നീളമുള്ള അല്ലെ അരമണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോകളോ അല്ലെങ്കിൽ ഓഡിയോകളോ ഈ കാലത്ത് ശ്രവിക്കുമെന്നുള്ള ധാരണയും എനിക്കില്ല. മറിച്ച് അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ബഹുഭൂരിപക്ഷം ആളുകളും വിഷയത്തിലേക്ക് കടക്കാതെ ഒന്ന് ടച്ച് ചെയ്ത് 2 മിനിറ്റ് 1 മിനിറ്റ് കേട്ട് പിന്നെ മുന്നോട്ട് നീക്കി കേട്ട് എൻഡും കൂടെ ഒന്ന് കേട്ട് പോകുന്നവരായിരിക്കും അധികം. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടൻറ്റുകളുടെ അതിപ്രസരമുള്ള ഒരു യൂട്യൂബ് ലോകത്തിൽ അല്ലെങ്കിൽ ഒരു ദിനം പ്രതി നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിച്ചിട്ടോ ആഗ്രഹിക്കാതെയോ നാം കേൾക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മളെ സ്വാധീനിക്കുന്ന, എന്നാൽ നമുക്ക് താല്പര്യമുള്ളതോ ഇല്ലാത്തതോ ആയ അനവധി കണ്ടൻറ്റുകൾ ഒരു ദിവസം ഈ ലോകത്ത് ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യന് അവൻ്റെ സമയം മുഴുവനും ഈ കാര്യത്തിലേക്ക് ചെലവിട്ട് കഴിഞ്ഞാലും അതിന് തികയാതെ വണ്ണമുള്ള നമ്മുടെ ആളെണ്ണത്തേക്കാൾ ഉപരിയായ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ള ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ പരമാവധി ഷോർട്ടായിട്ട്, പരമാവധി ലളിതമായിട്ട്, പരമാവധി കുറഞ്ഞ സമയത്തിൽ സംസാരിക്കുന്നതാണ് പ്രയോജനകരമെന്നുള്ള എൻ്റെ ഒരു ദീർഘകാലത്തെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലും ഞാൻ പലരുമായി ആശയവിനിമയം ചെയ്തപ്പോൾ എനിക്ക് ലഭിച്ചതുമായ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വളരെ ചുരുക്കമായി ചില കാര്യങ്ങൾ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നുള്ളൂ. അതിനായി സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ 16-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഉള്ള ഒരു കാര്യം മാത്രമാണ് ഇന്ന് ആമുഖമായിട്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം, മഹാനായ സോളമനാണ് സദൃശ്യവാക്യങ്ങൾ എഴുതിയത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും സ്പഷ്ടമായിട്ട് അറിയാം. ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്ന ശലോമോനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ഉപകാരമായിരിക്കുന്ന ധാരാളമായ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ 16:4 വായിക്കുന്നത്, യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശ്യത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ്. അതിൻ്റെ 2-ാമത്തെ പാർട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ അത് വേറൊരു വിഷയമാണ്. നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ദുഷ്ടന്മാരെ അല്ലെ ദുഷ്ടത ഈ ലോകത്ത് ദൈവം അനുവദിച്ചിരിക്കുന്നത്? അപ്പോൾ ദൈവം പറയുന്നത്, ചില ആളുകളുടെ അനർത്ഥം ദൈവം ആഗ്രഹിക്കുന്നു. പലപ്പോഴും നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പലർക്കും ഈ ലോകത്ത് തന്നെ അതിൻ്റെ പ്രതിഫലം ലഭിക്കാറുണ്ട്. അപ്പോൾ ദുഷ്ടത പ്രവർത്തിക്കുന്ന പലർക്കും ദുഷ്ടത അവരുടെ പ്രതിഫലമായി ഈ ലോകത്ത് തന്നെ ലഭിക്കേണ്ടതിന് ദുഷ്ടനെ കൂടി ദൈവം ഈ ലോകത്ത് അനുവദിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ്, അല്ലെങ്കിൽ ഒരു പർപ്പസാണ്. എന്നാൽ 4-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചതിൻ്റെ ആദ്യത്തെ ഭാഗം എങ്ങനെയാണ്? യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം സൃഷ്ടിച്ചതെല്ലാം
ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, ഒരു പർപ്പസോടു കൂടിയാണ്. ഇംഗ്ലീഷിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, ലോർഡ് ഹാസ് മെയ്ഡ് എവ്രിതിങ് ഫോർ ഇറ്റ്സ് പർപ്പസ്. അപ്പോൾ എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതായ, അനുവദിക്കപ്പെട്ടിരിക്കുന്നതായ, ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. കാരണം ഏക സത്യദൈവമായ സൃഷ്ടികർത്താവ് അല്ലാതെ മറ്റൊരു ദൈവമില്ല. അവനറിയാതെ ഒരു ഇല പോലും കൊഴിയുന്നില്ല, ഒരു തലമുടി നാര് പോലും കൊഴിയുന്നില്ല. അവനറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒരിടത്തും ഒന്നും സംഭവിക്കുന്നില്ല. അവൻ സർവജ്ഞാനിയായ, സർവശക്തനായ, സർവവ്യാപിയായ ദൈവമാണ്. അവൻ അവസാനത്തെ ആദ്യമേ അറിയുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ അറിവ് കൂടാതെ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ പിന്നിലുള്ള ദൈവിക ഉദ്ദേശം എന്താണ് എന്ന് നാം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു പോകാറുണ്ട്. വളരെ ആത്മീയന്മാരായ ആളുകൾക്ക് മാത്രമാണ് ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ നടുവിൽ അവരുടെ ആത്മസംയമനം കൈവിടാതെ, പ്രത്യാശ കൈവിടാതെ, സംയമനത്തോടെ പ്രതികൂലങ്ങളെ നേരിടുവാൻ കഴിയുകയുള്ളൂ. കാരണം അവർക്ക് അറിയാം, ദൈവം എല്ലാം ഒരു ഉദ്ദേശത്തിനായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയോ ദൈവത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളോ ദൈവത്തിന് മാറ്റാൻ കഴിയില്ല. യഹോവയായി ഞാൻ മാറാത്തവനെന്ന് യഹോവയായി ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന് മാറാൻ കഴിയില്ല. അവൻ്റെ കൽപ്പനകളും അവൻ്റെ പ്രവചനങ്ങളും അവൻ ഈ ഭൂമിയിൽ പ്രവാചകന്മാരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ, തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ കാലഘട്ടങ്ങളിൽ ഇസ്രായേലിൻ്റെ നേതാക്കന്മാരിലൂടെയൊക്കെയും ഈ ലോകത്തോട് സംസാരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഉൽപ്പത്തി മുതൽ ഇന്ന് നാം ജീവിക്കുന്ന ഈ തലമുറ വരെയും നമ്മുടെ കൺമുമ്പിൽ നാം അറിഞ്ഞോ അറിയാതെയോ കടന്നു പോകുന്ന സംഭവങ്ങളെല്ലാം തന്നെ ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ ഉൾപ്പെട്ടതാണ് എന്നുള്ള വസ്തുത നാം അറിയാതെ ഇരിക്കരുത്. അപ്പോൾ ദൈവം എല്ലാ സംഭവങ്ങളും കൃത്യമായി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മാത്രമല്ല, നാം വായിക്കുന്ന തിരുവെഴുത്തുകളിൽ എഴുതപ്പെട്ടിരിക്കുന്നതായ എല്ലാ ലേഖനങ്ങളും, എല്ലാ തിരുവെഴുത്തുകളും ദൈവത്തിൻ്റെ ശ്വാസീയമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിലുള്ളതാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനവും നമ്മോട് പറയുന്നത്. തിമോത്തിക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ അതിൻ്റെ 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ, ആരാണ്? ദൈവത്തിൻ്റെ മനുഷ്യൻ, മാൻ ഓഫ് ഗോഡ്, സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവചനത്തിലെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചന പുസ്തകത്തിലെ എല്ലാ വചനങ്ങളും ദൈവത്തിൻ്റെ ആത്മനിവേശത്താൽ, അല്ലെങ്കിൽ എല്ലാം, all the scriptures right from the first verse of Genesis to the last verse of Revelation was of the inspiration of God, was inspired by the God, Lord God. അപ്പം എല്ലാം ദൈവമായ കർത്താവിൻ്റെ ഇൻസ്പിറേഷനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സംഭവിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യവും നാം മറന്നു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്കറിയാം, ദൈവം ഈ ലോകത്ത് അനുവദിച്ചിരിക്കുന്ന സകല കാര്യങ്ങളെ പിന്നിൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയെ സംബന്ധിച്ചുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. തീത്തോസിന് എഴുതിയ ലേഖനം 2:11 നാം ഇങ്ങനെ വായിക്കുന്ന: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടി രക്ഷയ്ക്ക് കാരണമായ ദൈവത്തിൻ്റെ കൃപ ഉദിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. 2 തിമോത്തി 1:9 നാം വായിക്കുന്നത്: അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇവിടെ ദൈവം ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്, നമ്മെ അധർമ്മത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, അധാർമികതയിൽ നിന്നും ഒക്കെയുമാണ് ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നതെന്ന് വചനം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ നമുക്ക് എഫേസ്യ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നമ്മെ ഓരോരുത്തരെയും, ഇത് വായിക്കുന്ന യഹൂദനാകട്ടെ, യവനനാകട്ടെ, ജാതീയനാകട്ടെ, എല്ലാ ജാതീയ മത സംവിധാനത്തിന്റെ കീഴിലുമായിരിക്കുന്ന എല്ലാ മനുഷ്യരെ സംബന്ധിച്ചുമുള്ള ഒരു കോമൺ ആയ ഒരു കാര്യമാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അപ്പോൾ എഫേസൂസിലുള്ള പുതുതായി ജനിച്ച ക്രിസ്ത്യാനികളോട് പറയുകയാണ്, നിങ്ങളുടെ മുൻകാലങ്ങളിൽ നിങ്ങൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. ഞങ്ങളെ കേൾക്കുന്ന ചിലരെങ്കിലും ഇപ്പോൾ ഈ മരണത്തിൽ നിന്ന് ഒരു ഉയർപ്പ് പ്രാപിക്കാത്ത, ഒരു പുതിയ സൃഷ്ടിയാകാൻ കഴിയാതെ ഇപ്പോഴും പാരമ്പര്യത്തിന്റെ അടിമത്തത്തിലും ജന്മനാ നമുക്ക് സിദ്ധിച്ചു കിട്ടിയതും ആദാമ്യ പാപത്തിൽ നിന്ന് ഉളവായ പാപരാഗ മോഹങ്ങൾക്ക് അധീനരായി കഴിയുന്നവരാണ് എങ്കിൽ ഇവിടെ പറയുന്ന വാക്യങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. കാരണം യു ആർ സ്റ്റിൽ, നിങ്ങൾ ഇപ്പോഴും അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരാണ്. എന്നാൽ എഫേസൂസിലെ സഭയോട് പോൾ സംസാരിക്കുമ്പോൾ അവരുടെ പ്രസന്റ് സെനറിയോയിൽ അവരെങ്ങനെയാണ് എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് പറയുകയാണ്, മുമ്പ് നിങ്ങൾ അതിക്രമങ്ങളിലും പാപങ്ങളും മരിച്ചവരായിരുന്നു, എങ്കിലും അവൻ നിങ്ങളെ ഉയർപ്പിച്ചു, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഉയർപ്പിച്ചു. കാരണം നിങ്ങൾ പാപിയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരകൻ കർത്താവായ യേശുക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ബലി വിശ്വസിക്കുക വഴി നിങ്ങൾക്ക് അതിക്രമങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചനമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അവന്റെ ക്രൂശിലെ മരണത്താലാണ് നിങ്ങൾക്ക് പാപങ്ങളുടെ മോചനം ലഭിച്ചതെന്ന് മനസ്സിലായപ്പോൾ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി അവന്റെ ക്രൂശിലെ മരണത്തോട് ഐക്യപ്പെടുക അനിവാര്യമാണെന്ന് മനസ്സിലായി. അങ്ങനെ ആ അനിവാര്യത നിറവേറ്റുവാൻ മറ്റു ക്രിയകളോ മാർഗങ്ങളോ ഇല്ല എന്നും, ആ അനിവാര്യത നിറവേറ്റുവാൻ ഒരു കാര്യം യേശുക്രിസ്തുവിനോട് മരിക്കുകയും യേശുക്രിസ്തുവിനോട് അടക്കപ്പെടുകയും യേശുക്രിസ്തുവിനോട് പുനരുദ്ധാനുകയും ചെയ്യുക എന്നുള്ളതിന്റെ പ്രതീകമായി നിങ്ങളുടെ പാപസംബന്ധമായ മനുഷ്യനെ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തോട് ചേർത്ത് നിങ്ങളുടെ പാപിയെ ക്രൂശിൽ അടിച്ച് ക്രൂശിൽ യേശുവിന്റെ മരണത്തോട് ഐക്യപ്പെടുത്തി മരിച്ചിട്ട് നിങ്ങൾ അവന്റെ അടക്കത്തിന്റെ പ്രതീകമായി വെള്ളത്തിൽ അവന്റെ നാമത്തെ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറി ഒരു പുതിയ സൃഷ്ടിയായി യേശുക്രിസ്തുവിന്റെ ഒരു മുമ്പാകെ വിശുദ്ധിയുള്ള ഒരു പുതിയ സൃഷ്ടിയായി ഉയർന്ന് ജീവിക്കേണ്ടതിന് നിങ്ങൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു എങ്കിൽ മാത്രമാണ് ഇവിടെ പറയുന്ന ആ ഉയർപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവവേദ്യമായി തീരുകയുള്ളൂ. അപ്പോൾ ആ ദൈവം നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. തൻ്റെ കാൽവരി ക്രൂസിലെ മരണത്താൽ സകല മനുഷ്യരെയും അവൻ അധർമ്മങ്ങളിൽ നിന്ന് വീണ്ടെടുത്തു. നാം അധർമ്മങ്ങളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടുവെങ്കിൽ അധർമ്മത്തിന്റെ വാസനകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കാൽവരി ക്രൂസിലെ മരണത്തോട് നാം അനുരൂപരായപ്പോൾ, നമ്മുടെ പാപങ്ങൾ നമ്മൾ അവനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ, നമ്മൾ അധർമ്മമായ കാര്യങ്ങൾ, അധാർമികമായ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകുമ്പോൾ, ക്രിസ്തുവിന്റെ സ്വഭാവത്താൽ ഉളവായ പുതിയ സൃഷ്ടി നമ്മൾ ഉളവാകുമ്പോൾ നാം സൽപ്രവൃത്തികൾ ചെയ്യുവാൻ നാം ആരുടെയും നിർബന്ധം കൂടാതെ സൽപ്രവർത്തികൾ ക്രിസ്തുവിന്റെ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കണം. എങ്കിലാണ് ക്രിസ്തു നമ്മിൽ ജനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ക്രിസ്തു നമ്മിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മിലെ പഴയ മനുഷ്യൻ മരിച്ചടക്കപ്പെട്ടുവെങ്കിൽ, ക്രിസ്തുവിന്റെ സ്വഭാവം നാം പുറപ്പെടുവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനം നാം ആയിരിക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ള ഒരു ജനമായി ക്രിസ്തു തനിക്ക് വേണ്ടി നമ്മെ ശുദ്ധീകരിക്കേണ്ടതിന് നമ്മുടെ പാപത്തിന് പരിഹാരമായി തന്നെ ജീവനെ അവൻ ഏൽപ്പിച്ചു കൊടുത്തു, നമുക്ക് വേണ്ടി കൊടുത്തു എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി, നാം മരിച്ചാൽ നമുക്ക് പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ, ആദാം മുതൽ ഇങ്ങോട്ട് ഇന്ന് നാം ജീവിക്കുന്ന ഈ തലമുറ വരെ ഇന്നും ഈ ദിവസം ഈ ഭൂമിയിൽ ജനിച്ചവരായ എല്ലാവരും ആദാമ്യ പാപം വഹിച്ചുകൊണ്ട് മരണയോഗ്യരായി മുന്നോട്ട് കടന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മെ വിടുവിക്കുവാൻ ലോകത്തിലെ ഒരു സംവിധാനങ്ങൾക്കോ മതങ്ങൾക്കോ ക്രിയാകർമ്മങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ പാരമ്പര്യത്തിനോ മതങ്ങൾക്കോ വിശ്വാസ പ്രമാണങ്ങൾക്കോ കഴിയാതെ വന്നപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം അവൻ നമ്മിൽ ഒരുവനായി ജഡമെടുത്ത് ലോകത്തിലേക്ക് വന്നു. ഇബ്രായ ലേഖനം 2:14 പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി. പ്രൈസ് ദി ലോർഡ്. നാം ഓരോരുത്തരും ജഡത്തിലും രക്തത്തിലും വന്നപ്പോൾ ആത്മാവായ ദൈവത്തിന്റെ ആത്മസന്തതികളായി നാം
ആദാമിൽ സൃഷ്ടിക്കപ്പെട്ട നാം കാലസമ്പൂർണതയിൽ ജഡമെടുത്ത് ലോകത്തിലേക്ക് വന്നപ്പോൾ, നമ്മിലുള്ള ആത്മാവ് ജഡം ധരിച്ച് ലോകത്തിലേക്ക് വന്നപ്പോൾ, നാം ജഡത്തിൽ പാപം ചെയ്തപ്പോൾ, ജഡത്തിന്റെ ശിക്ഷയായ മരണത്തിന് നാം അധീനരായി തീർന്നപ്പോൾ, ജഡവും രക്തവും ധരിച്ചവനായി നമ്മുടെ സൃഷ്ടികർത്താവായ ദൈവം ഈ ലോകത്തിലേക്ക് വന്നു. അങ്ങനെ ദൈവം ജഡത്തിൽ നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ ക്രിസ്തുവിന്റെ മരണം നമ്മളെ എന്നേക്കുമായി പാപത്തിന്റെ ദാസ്യത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രമാക്കി എന്നാണ് നമ്മൾ ഹീബ്രൂസ് ചാപ്റ്റർ 2:14 വായിക്കുന്നത്. ഇപ്രകാരമാണ്. 2:14 ഞാനത് വ്യക്തമായി ഒരിക്കൽ കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം ജഡത്തിലും രക്തത്തിലും വന്ന് മരണത്തിന്റെ അധികാരത്തിന്റെ കീഴിലേക്ക് പോയപ്പോൾ നിത്യമായ വേർപാട് എന്നുള്ള അർത്ഥമുള്ള എറ്റേണൽ സെപ്പറേഷൻ ഫ്രം ഗോഡ് എന്നാണ് മരണത്തിന്റെ അർത്ഥം. ആ മരണം എന്ന് പറയുന്നത് നമ്മളുടെ ജഡത്തിൽ നാം മരിക്കുന്ന മരണത്തെ സംബന്ധിച്ചല്ല, ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ്. അല്ലെങ്കിൽ ആത്മീയമായി നമുക്ക് ആത്മാവായ ദൈവത്തിൽ നിന്ന് നമുക്ക് ആത്മസന്തതി എന്നുള്ള നിലയിലുള്ള ഡിറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആ വേർപാട് തിരികെ ഐക്യത്തിലേക്ക് വരേണ്ടതിന് നമുക്കാർക്കും നമ്മൾ ചെയ്യുന്ന ക്രിയാകർമ്മങ്ങൾക്കോ പാപപരിഹാരങ്ങൾക്കോ യാഗങ്ങൾക്കോ ദാനധർമ്മങ്ങൾക്കോ തീർത്ഥാടനങ്ങൾക്കോ കഴിയാതെ വന്നപ്പോൾ നമ്മെ സൃഷ്ടിച്ചവനായ ദൈവം നമ്മോടുള്ള മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളിലും പാപങ്ങളും മരിച്ചവരായിരുന്ന നമ്മെയും ഉയർപ്പിച്ചു എന്ന് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ കാലസമ്പൂർണതയിൽ അവൻ ജഡമെടുത്ത് ലോകത്തിലേക്ക് വന്നു. അവന്റെ നിർണയത്തിന്റെ സമയത്തിന്റെ കാലത്ത് അവൻ ജഡമെടുത്ത് ലോകത്തിലേക്ക് വന്ന് ജഡത്തിൽ വസിച്ച് നമുക്ക് വേണ്ടി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി തന്റെ ശരീരത്തിൽ നമ്മുടെ എല്ലാ പാപങ്ങളെ ആവഹിച്ചുകൊണ്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു. അവന്റെ വരവിന്റെ നാളുകൾ ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ 2:14 വിശദമായി വായിക്കുന്നത് എങ്ങനെയാണ്? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. പ്രൈസ് ദി ലോർഡ്. തന്റെ മരണത്താൽ മരണത്തിന്റെ അധികാരത്തിൽ നമ്മെ നീക്കി സ്വതന്ത്രരാക്കി. അതിനുശേഷം ഹല്ലേലൂയ അവൻ എന്ത് ചെയ്തു? അവൻ നമ്മളെ അടിമ നിങ്ങളോട് പറയുവാനുള്ള ഒരു വസ്തുത. അപ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാലസമ്പൂർണതയിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരമായ മരണത്തെ നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ പാപങ്ങൾ നമ്മളെ സ്വതന്ത്രരാക്കി നാം ദൈവത്തിന്റെ പുത്രനും പുത്രിയുമായി തീരേണ്ടതിന് സ്വർഗത്തിലെ ദൈവം കാലസമ്പൂർണതയിൽ നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായ മരണം ഏറ്റെടുക്കേണ്ടതിന് ജഡത്തിൽ മരിച്ച ആത്മാവിൽ നീതീകരിക്കപ്പെട്ട തേജസ്സിൽ എടുക്കപ്പെട്ടിരിക്കുന്നു. ആ കർത്താവ് വീണ്ടും വരും. തൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന, തൻ്റെ വരവിൻ്റെ പ്രത്യാശയെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ആ വചനത്തിൻ്റെ എല്ലാ ഇൻസ്പിറേഷനും അല്ലെങ്കിൽ ആത്മീയമായ ആ വചനത്തിൻ്റെ ആഴങ്ങളെ അർത്ഥങ്ങളെ അറിയുന്ന ഓരോ വ്യക്തികളും ഈ പ്രത്യക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ തലമുറയിൽ ഈ രക്ഷ ഒരിക്കലും നാം നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ളതാണ് ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. എഫേസ്യ ലേഖനം 5:26 പറയുന്ന അവൻ അവളെ എന്ന് വെച്ചാൽ സഭയെ അല്ലെങ്കിൽ വിശ്വാസികളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ, നമുക്കറിയാം ഈ ചാനലിൽ നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് വ്യക്തമായി ധാരാളം കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടും ഞാൻ അതിലേക്ക് ഡീറ്റെയിലേക്ക് കടക്കുന്നില്ല. ആ വചനം വായിച്ചു മാത്രം നിർത്തുകയാണ്, ബാക്കി നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ്. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ അല്ലെങ്കിൽ മണവാട്ടിയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നമ്മെ അവന്റെ വരവെങ്കിൽ തേജസ്സുള്ളവളായി നിർത്തേണ്ടതിന് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായ മരണം തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ തനിക്ക് വേണ്ടി നമ്മെ ശുദ്ധിയും കറയും ചുളുക്കവും മാലിന്യവും വാട്ടമില്ലാത്ത അവകാശമായി നിർത്തേണ്ടതിന് തന്നെത്താൻ അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ലഭ്യമായ ഈ രക്ഷ ഇത് യാദൃശ്ചികമല്ല, ഇത് മുഴുവൻ ദൈവത്തിന്റെ പ്രേരണ